കണ്ണാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇത് മറ്റൊരൊറ്റയാൻ നേട്ടം. ഖരമാലിന്യം സംസ്കരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സജിദാസ്, ശ്രീകാര്യത്ത് തുടങ്ങിയ ചെറിയ പദ്ധതി ഇന്ന് 22 കേന്ദ്രങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഈ വിജയത്തിന്റെ മാതൃക സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് കേരളത്തിലെ ഒട്ടേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഒരുവന്റെ ശ്രമം സമൂഹത്തിന് ഗുണം, മറ്റുള്ളവർക്ക് ഗുണപാഠം. പ്ലാന്റിലെ ദൈനംദിന പ്രവർത്തനത്തിന് ഈ പ്ലാന്റിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതിനുള്ള ആ പ്രവർത്തകരുടെ ചെലവ് അല്ലാതെ, അവർക്കുള്ള ശമ്പളം അല്ലാതെ കാര്യമായ ഒരു റണ്ണിങ് എക്സ്പെൻസും പ്ലാന്റിനെ സംബന്ധിച്ചില്ല. പിന്നെ ഇതിനോടനുബന്ധിച്ചുള്ള ജനറേറ്റർ പ്രവർത്തിപ്പിക്കുമ്പോൾ, ഒരു എൻജിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സർവീസിങ് ആവശ്യമാണ്, അതിൻ്റെ ഫ്രീക്വൻ്റ്ലി ഓയിൽ ചേഞ്ച്, അങ്ങനെയുള്ള ചെറിയ സർവീസിങ്ങുകൾ മാത്രമേ പ്ലാന്റിൻ്റെ ഫ്യൂച്ചർ റണ്ണിങ്ങിൽ വരുന്നുള്ളൂ. ഒരിക്കൽ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു 20 വർഷത്തിലധികം കാര്യക്ഷമമായി പ്രവർത്തിക്കും. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രോജക്റ്റിൽ ഇത് പദ്ധതി പൂർത്തിയാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയല്ല ചെയ്യുന്നത്. 5 വർഷം ഈ പ്രോജക്റ്റ് ബയോടെക്കിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ റൺ ചെയ്യിച്ചതിന് ശേഷം മാത്രം അതിൻ്റെ എഫിഷ്യൻസി പ്രൂവ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത് വരുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം ഞങ്ങളെ സഹായിച്ചാൽ മതി എന്നാണ് പ്രസ്താവന. ഈ നിശ്ചയബോധമാണ്, ഈ ആത്മവിശ്വാസമാണ് ഇത്തരക്കാരെ മുമ്പോട്ട് നയിക്കുന്നത്.